ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, ബെവ്കോ LDC, കമ്പനി ബോർഡ് LGS, അതുപോലെ BFO, APO, CEO വരുന്ന 10th പ്രിലിംസ്, ഇനി വരാനിരിക്കുന്ന ഏതൊരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠിക്കാനായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുടക്കക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് അറിയാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സ്റ്റഡി പ്ലാൻ, അതുപോലെ തന്നെ ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞിട്ട് പ്രോപ്പർ ആയിട്ട് കൃത്യം ഓർഡറിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ ഭാഗമായിട്ട് നമ്മൾ ഏതൊക്കെ ദിവസങ്ങളിൽ എങ്ങനെയെല്ലാമാണ് ക്ലാസ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം ഞാനൊന്ന് പറയാം. തിങ്കൾ മുതൽ വെള്ളി വരെ നമുക്ക് 2 ക്ലാസ് ആണ്. കാലത്ത് 12 മണിക്ക് നമ്മൾ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് നൽകുന്നത്. ഓൾഡ് SCRT അതുപോലെ ന്യൂ SCRT ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ നൽകി വരുന്നത്. രാത്രി 8 മണിക്ക് നമ്മുടെ PYQ ഡിസ്കഷൻ സെഷൻ ആണ്. PYQ എന്ന് പറയുമ്പോൾ ചുമ്മാ അവിടുന്ന് കുറെ ചോദ്യങ്ങൾ എടുത്തിട്ടല്ല നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിലെ ഓരോ ചോദ്യ പേപ്പറും നമ്മൾ എടുത്തിട്ട് അതിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള GK പോർഷൻസ്, അതിന്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ പഠിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോ ചോദ്യ പേപ്പർ ആയിട്ട് ഇപ്പൊ ഏകദേശം 4ഓളം ചോദ്യ പേപ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോദ്യ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇനി ഈ ചോദ്യ പേപ്പർ എല്ലാം കഴിയുന്ന സമയത്ത് അതിൽ നിന്നും PSCയുടെ ഹോട്ട് ടോപ്പിക്സ് നമ്മൾ കണ്ടെത്തുന്നു. നമ്മൾ ഒരുമിച്ചാണ് അല്ലെ റിലേറ്റഡ് ഫാക്ട്സ് ഡിസ്കസ് ചെയ്യുന്നു. എല്ലാ ചോദ്യ പേപ്പറിലും ആവർത്തിച്ച് വന്നിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് കണ്ടെത്തുന്നു. എന്നിട്ട് അതിന്റെ ക്ലാസ്സുകൾ നമ്മൾ പിന്നീട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കൂടാതെ സാറ്റർഡേ, സൺഡേ, ശനിയും ഞായറും ദിവസങ്ങളിൽ നമ്മൾ ഇപ്പൊ കമ്പനി ബോർഡ് LGSന് വേണ്ടെങ്കിൽ കൂടി ബാക്കിയുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ബെവ്കോ LDC വരുന്ന ബാക്കിയുള്ള പരീക്ഷകൾക്കൊക്കെ എന്ത് വേണം? ഇംഗ്ലീഷും മലയാളവും വേണം. മാത്സ് ആണെങ്കിൽ ഇനി വരുന്ന ഏത് പരീക്ഷയ്ക്കാണെങ്കിലും മാത്സും വേണം അല്ലെ. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ശനിയും ഞായറും ദിവസങ്ങളിൽ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, കറണ്ട് അഫയേഴ്സ് ഇതിന്റെ ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കറണ്ട് അഫയേഴ്സ് സെഷൻ എടുക്കുന്നത് ഞാനല്ല, അർച്ചന മിസ്സാണ്. രാത്രി 8 മണിക്ക് ഞായറാഴ്ചകളിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നൽകി വരുന്നത്. എല്ലാ സൺഡേയും നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ഉണ്ട്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിന്റെ ക്ലാസ്സുകൾ കൂടി നമ്മൾ റെക്കോർഡഡ് സെഷനായിട്ട് ഞാൻ ഓൾറെഡി എടുത്തിട്ടുള്ള ക്ലാസ്സുകളാണ്. പക്ഷെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തുടക്കക്കാർക്ക് പോലും, ഒട്ടും അറിയാത്തവർക്ക് പോലും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ആ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശനി, ഞായർ ദിവസങ്ങളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതുവരെയും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ജോയിൻ ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഫ്രീ ക്ലാസ് ആണ്. യൂട്യൂബിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം നൽകുന്നത്. അപ്പൊ കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾക്ക് പഠിച്ചു വരണം എന്നുണ്ടെങ്കിൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണേ. PYQ ഡിസ്കഷൻ സെഷന് നമ്മൾ ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതേപോലെ SCRT സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്ലാസ് എത്രയാണ് നമ്പർ, അതുപോലെ SCRTയുടെ എത്രാമത്തെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ എത്രാമത്തെ ക്ലാസ് ആണ്, എല്ലാം ക്ലാസ് നമ്പർ മെൻഷൻ ചെയ്ത് നമ്മൾ ടെലിഗ്രാമിലാണ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ടെലിഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമന്റ് ആയിട്ട് അറിയിക്കാം. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഫിസിക്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പ്രവൃത്തിയും ഊർജവും എന്ന് പറയുന്ന ഭാഗം പഠിച്ചു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് ഊർജ പരിവർത്തനം എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഊർജ പരിവർത്തനവുമായി ബന്ധപ്പെട്ട SCRT പാഠഭാഗങ്ങൾ നമ്മൾ ഒരൊറ്റ വീഡിയോയിലൂടെ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ഊർജ പരിപാലനം. ഈ ഒരൊറ്റ ചാപ്റ്ററിലൂടെയാണ് നമ്മൾ ഊർജവും അതിന്റെ പരിവർത്തനവും എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇത്തിരി വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്ന് നോട്ട് തയ്യാറാക്കി പഠിക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് നോക്കുക. കായികോർജം മുതൽ വൈദ്യുതോർജം വരെ അനേകം ഊർജ്ജ രൂപങ്ങൾ നാം എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? കായികോർജം മുതൽ വൈദ്യുതോർജം വരെ കുറേയധികം ഊർജ്ജ രൂപങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ധനങ്ങൾ, സൂര്യൻ, പവർ സ്റ്റേഷൻ എന്നിങ്ങനെ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നാണ് ഈ ഊർജ്ജ രൂപങ്ങൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ലഭിക്കുന്നത് അല്ലെ? ഈ ഊർജ്ജ രൂപങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നത് ഇന്ധനങ്ങൾ, സൂര്യൻ, പവർ സ്റ്റേഷൻ തുടങ്ങിയ വ്യത്യസ്ത സ്രോതസ്സുകളിൽ നിന്നാണ്. മനുഷ്യന്റെ പുരോഗതിക്കനുസരിച്ച് യാത്രയുടെ വേഗവും പാർപ്പിട സൗകര്യങ്ങളും വർദ്ധിച്ചു. വ്യവസായശാലകളും അനുബന്ധ സംവിധാനങ്ങളും വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു.
ഇത് വ്യത്യസ്ത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജത്തെ ആവശ്യാനുസരണം വിവിധ ഊർജ്ജ രൂപങ്ങളിലേക്ക് മാറ്റി ഉപയോഗിക്കേണ്ട സാഹചര്യം അനിവാര്യമാക്കി. ഇപ്പോൾ ഊർജ്ജ പരിവർത്തനത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഊർജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുമ്പോൾ കുറച്ചു ഭാഗം മറ്റൊരു ഊർജ്ജ രൂപങ്ങളിൽ നഷ്ടപ്പെടുന്നുണ്ട്. ഈ നഷ്ടം ഊർജ്ജ പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ആദ്യം തന്നെ വിവിധ ഊർജ്ജ സ്രോതസ്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആദ്യം പഠിക്കുന്നത് ഇന്ധനങ്ങൾ അഥവാ ഫ്യൂവൽസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രവൃത്തി പവർ ഊർജ്ജം പഠിച്ചപ്പോൾ പഠിച്ചു അല്ലെ, ഇന്ധനങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പോൾ നോക്കുക, ഇന്ധനങ്ങൾ എന്ന് പറയുമ്പോൾ ആദിമ മനുഷ്യൻ ആദ്യമായി ഉണ്ടാക്കിയെടുത്ത ഊർജ്ജരൂപം താപമായിരിക്കും അല്ലേ. കാട്ടുതീ ഉണ്ടായപ്പോൾ താപമുണ്ടായി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താപോർജ്ജം വിറക് ഉപയോഗിച്ചിട്ടാണ് വീണ്ടും ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഇന്ധനം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വിറകായിരിക്കും അല്ലേ. അപ്പോൾ എന്താണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. കത്തുമ്പോൾ ധാരാളമായി താപം പുറത്തുവിടുന്നവയാണ് നമ്മൾ ഇന്ധനങ്ങൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. കത്തുമ്പോൾ താപം പുറത്തുവിടുന്നവയാണ് ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമുള്ള ഇന്ധനങ്ങൾ നമ്മൾ പഠിച്ചു. ഖരാവസ്ഥയിലുള്ളത് ഏതൊക്കെയാണ്? വിറക്, കൽക്കരി അല്ലേ. വിറക്, കൽക്കരി എന്നിവ ഖരാവസ്ഥയിലുള്ള ഇന്ധനങ്ങളാണ്. ദ്രാവകം എന്ന് പറയുമ്പോൾ മണ്ണെണ്ണ, പെട്രോള്, ഡീസൽ ഇതെല്ലാം എന്താണ്? ദ്രാവകാവസ്ഥയിലുള്ള ഇന്ധനമാണ്. വാതകാവസ്ഥയിലുള്ളതാണ് എന്താണ്? LPG, CNG പോലുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നോക്കി നോക്കുക. ഇനി അടുത്തത് നോക്കുക, പൂർണ്ണ ജ്വലനം നടക്കാൻ ഇന്ധനങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതയാണ് പറയുന്നത്. ഓക്കെ, പൂർണ്ണ ജ്വലനം നടക്കാനായിട്ട് ഒരു ഇന്ധനം പൂർണ്ണമായിട്ട് ജ്വലിക്കണമെങ്കിൽ, പൂർണ്ണ ജ്വലനം നടക്കണമെങ്കിൽ എന്തെല്ലാം സവിശേഷത ഉണ്ടായിരിക്കണം? ഖര ഇന്ധനങ്ങൾ ഉണങ്ങിയതായിരിക്കണം, ജ്വലിക്കാൻ ആവശ്യമായിട്ടുള്ള താപനിലയിൽ എത്തിച്ചേരണം, ജ്വലനത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭ്യമാക്കണം. ഓക്കെ, അപ്പോൾ ഒരു പൂർണ്ണ ജ്വലനം നടക്കാനായിട്ട് ഇന്ധനങ്ങൾക്കുണ്ടായിരിക്കേണ്ട സവിശേഷതകൾ എന്തൊക്കെയാണ്? ഖര ഇന്ധനങ്ങൾ ഉണങ്ങിയതായിരിക്കണം, ജ്വലിക്കാൻ ആവശ്യമായിട്ടുള്ള താപനിലയിൽ എത്തിച്ചേരണം, ജ്വലനത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭ്യമാക്കണം. ഓക്കെ, ഇത്രയാണ്. അപ്പോൾ പൂർണ്ണജ്വലനത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണ്? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നില്ല, താപോർജ്ജം കൂടുതലായിരിക്കും. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നില്ല, താപോർജ്ജം കൂടുതലായിരിക്കും. അടുത്തത് നമ്മൾ പറയുന്നത് ഇന്ധനങ്ങളുടെ ജ്വലനം അഥവാ കമ്പഷനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത് ഓക്സിജൻ്റെ സഹായത്താലാണ് അല്ലേ. നമ്മൾ പറഞ്ഞു ഓക്സിജൻ നമ്മൾ കൊടുക്കുമ്പോഴാണ്, ഓക്സിജൻ്റെ സഹായത്താലാണ് ഇന്ധനങ്ങൾ ജ്വലിക്കുന്നത്. ഇന്ധനങ്ങൾ പൊതുവെ ഓക്സിജനുമായി തീക്ഷ്ണമായി പ്രതിപ്രവർത്തിച്ച് താപവും പ്രകാശവും അതോടൊപ്പം എന്തുണ്ടാവുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാവുന്നുണ്ട്. ഇതാണ് എന്ത്? പൂർണ്ണ ജ്വലനം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇന്ധനങ്ങൾ എന്ത് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് താപവും പ്രകാശവും ഒപ്പം എന്തുണ്ടാവുന്നു? കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാവുന്നു. ഇതിനെയാണ് പൂർണ്ണ ജ്വലനം എന്ന് പറയുന്നത്. ആവശ്യമായ അളവിൽ ഓക്സിജൻ ലഭിക്കുന്നില്ലെങ്കിൽ ജ്വലനത്തിൻ്റെ തോത് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, ആവശ്യത്തിന് ഓക്സിജൻ ലഭിച്ചില്ലെങ്കിൽ ജ്വലനത്തിൻ്റെ തോത് കുറയും. ഓക്സിജൻ്റെ അളവ് കുറവായാൽ കൂടുതൽ കാർബൺ മോണോക്സൈഡും കരിയും കുറഞ്ഞ അളവിൽ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. ഓക്കെ, ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നതിൻ്റെ സ്ഥാനത്ത് കാർബൺ മോണോക്സൈഡും കൂടിയ അളവിൽ, ഓക്കെ, കാർബൺ മോണോക്സൈഡും കുറഞ്ഞ അളവിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. ഇത്തരം ജ്വലനമാണ് ഭാഗിക ജ്വലനം. അപ്പോൾ പൂർണ്ണ ജ്വലനം എന്താണ്, ഭാഗിക ജ്വലനം എന്താണെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ധനങ്ങൾ ഓക്സിജനുമായി പ്രവർത്തിച്ച് താപവും പ്രകാശവും കൂടെ എന്തുണ്ടാവും? കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഉണ്ടാവുന്നതാണ് പൂർണ്ണ ജ്വലനം. ഭാഗിക ജ്വലനം എന്ന് പറയുമ്പോൾ ഓക്സിജൻ്റെ അളവ് കുറയുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയുകയും കാർബൺ മോണോക്സൈഡും കരിയും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഭാഗിക ജ്വലനം എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിൽ കലരുന്ന കാർബൺ മോണോക്സൈഡ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. വാഹനങ്ങളിൽ നിന്നുള്ള പുകയുണ്ടാവും, അതിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ, ശ്വാസകോശാർബുദം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, കണ്ണിൻ്റെ അസ്വസ്ഥത ഒക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങൾ കൊണ്ടാണ് വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന പുകയിൽ അടങ്ങിയിട്ടുള്ള ഘടകങ്ങൾ അനുവദിക്കപ്പെട്ട അളവിലും കൂടുതലുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് പുക പരിശോധന എപ്പോഴും നടത്തുന്നത്. ഓക്കെ, പുക പരിശോധന നടത്തുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മനസ്സിലായി.
അപ്പോൾ ഇനി അടുത്ത നമ്മൾ പഠിക്കുന്നത് ഫോസിൽ ഇന്ധനങ്ങളെക്കുറിച്ചാണ്. ഫോസിൽ ഫ്യൂവൽസ്. എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ? ഇത് നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ ആ ഒരു ചാപ്റ്റർ പഠിച്ച് നമ്മളിങ്ങനെ അടുത്തത് പഠിക്കുമ്പോൾ ആ ഒരു ബേസിക് മുതൽ പഠിച്ച് വരുമ്പോൾ നമുക്ക് അത്രയും കഷ്ടം തോന്നില്ല. നമ്മൾ മുന്നേ പഠിച്ചതല്ലേ ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ നോക്കുക, ഫോസിൽ ഇന്ധനങ്ങൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മണ്ണിനടിയിൽ പെട്ടുപോയ സസ്യങ്ങളും ജീവികളും വായുവിൻ്റെ അസാന്നിധ്യത്തിൽ ഉന്നത താപനിലയിലുള്ള മർദ്ദത്തിലും രൂപാന്തരം പ്രാപിച്ചുണ്ടായതാണ് ഫോസിൽ ഇന്ധനങ്ങൾ. എക്സാമ്പിൾ നമ്മൾ പഠിച്ചു, കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് എന്ത്? ഫോസിൽ ഇന്ധനങ്ങൾ. ഇവ ഉപയോഗിച്ച് തീരുന്നതിനനുസരിച്ച് പുനരുൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഇതെന്താണ്? പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ സ്രോതസ്സുകളെ എന്താണ് പറയുക? പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ എന്നാണ് പറയുന്നത്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത പാരമ്പര്യ ഊർജ സ്രോതസ്സുകൾ, ഫോസിൽ ഇന്ധനങ്ങൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിലെ ഓരോന്നിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഫോസിൽ ഫ്യൂവൽസിൽ കൽക്കരി ആദ്യം പഠിക്കുന്നത് എന്താണ്? കൽക്കരി. ഭൂമിയിൽ നിന്ന് ലഭിക്കുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? കൽക്കരിയാണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബൺ ആണ്. ഓക്കെ, കൽക്കരിയിലെ പ്രധാന ഘടകം എന്താണ്? കാർബൺ ആണ്. അടങ്ങിയിട്ടുള്ള കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, കോൾ, ആന്ത്രസൈറ്റ് എന്നിങ്ങനെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ കൽക്കരി എന്ന് പറയുന്നത് അതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത് എന്താണ്? കൽക്കരിയിൽ കാർബൺ ആണ്. ഈ കാർബണിൻ്റെ അടിസ്ഥാനത്തിൽ 4ആയിട്ട് കൽക്കരിയെ തിരിച്ചിട്ടുണ്ട്. പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, കോൾ, ആന്ത്രസൈറ്റ്. ഓക്കെ, പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, കോൾ, ആന്ത്രസൈറ്റ്. ഓക്കെ, അപ്പോൾ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കൽക്കരി വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവ ലഭിക്കും. ഇതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കൽക്കരിയെ വായുവിൻ്റെ അസാന്നിധ്യത്തിൽ സ്വേദനം ചെയ്താൽ എന്ത് സംഭവിക്കും? അമോണിയ, കോൾ ഗ്യാസ്, കോൾ ടാർ, കോക്ക് എന്നിവയാണ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൽക്കരി എന്താണെന്ന് മനസ്സിലായല്ലോ, ഫോസിൽ ഇന്ധനങ്ങളിൽ ആദ്യത്തേത്. അടുത്തത് CNG, LNG, LPG എന്താണെന്നുള്ളതാണ്. CNG, LNG, LPG. പെട്രോളിയത്തോടൊപ്പം ലഭിക്കുന്ന പ്രകൃതിവാതകത്തിൽ നിന്നാണ് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസും. CNGയുടെ ഫുൾ ഫോം എന്താണ്? കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അതുപോലെ LPG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസും അതുപോലെ LNGയും നിർമ്മിക്കുന്നത്. ഇവയിലെ പ്രധാന ഘടകമാണ് മീഥെയ്ൻ. ഓക്കെ, CNG, LNG, LPG. ഇതിലെ പ്രധാനപ്പെട്ട ഘടകം ഏതാണ്? മീഥെയ്ൻ ആണ്. കൽക്കരിയിലെ പ്രധാന ഘടകം കാർബൺ ആണെന്ന് പറഞ്ഞതുപോലെ CNG, LNG, LPGയിലെ പ്രധാന ഘടകമാണ് മീഥെയ്ൻ. ഇവ വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എവിടെയൊക്കെയാണ് CNG, LNG, LPG ഉപയോഗിക്കുന്നത്? വാഹനങ്ങളിൽ, വ്യവസായശാലകളിൽ, തെർമൽ പവർ സ്റ്റേഷനുകളിലൊക്കെയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് സൗകര്യപ്രദമായ ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാം എന്നതാണ് LNGയുടെ പ്രാധാന്യം. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനായിട്ട് കഴിയും. ദൂരസ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകാം, പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത LNGയുടെ. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എന്നാണ് LPGയുടെ പൂർണ്ണരൂപം. ഓക്കെ, LPGയുടെ പൂർണ്ണരൂപം എന്താണ്? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. പെട്രോളിയത്തെ അംശീക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്ന നിറമോ മണമോ ഇല്ലാത്ത ഒരു വാതകമാണ് ഇത്. ഓക്കെ, പെട്രോളിയത്തെ അംശീക സ്വേദനമാണ് കേട്ടോ. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞത് എന്താണ്? സ്വേദനം ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? പ്രകൃതിവാതകത്തെ പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച സൗകര്യപ്രദമായിട്ടുള്ള ദൂരസ്ഥലങ്ങളിലോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് LNGയുടെ പ്രധാനപ്പെട്ട ഇതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നോക്കുക, LPG എന്ന് പറയുന്നത് എന്താണ്? അംശീക സ്വേദനം. പെട്രോളിയത്തെ അംശീക സ്വേദനം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. നിറമോ മണമോ ഇല്ലാത്ത വാതകമാണ് LPG എന്ന് പറയുന്നത്. ഗാർഹിക LPGയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായിട്ട് ഈഥൈൽ മെർക്യാപ്റ്റൻ കലർത്തുന്നത് കൊണ്ടാണ് ഇതിന് മണമുണ്ടാകുന്നത്. ഓക്കെ, നമുക്ക് വീടുകളിൽ നമ്മൾ പറഞ്ഞു LPGക്ക് എന്തില്ല? മണമില്ല, നിറമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മുടെ വീടുകളിൽ ഗ്യാസിൻ്റെ ലീക്കേജ് ഉണ്ടെങ്കിൽ നമുക്ക് സ്മെല്ല് വരും അല്ലേ. അപ്പോൾ ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് എന്താണ്? നമുക്ക് ഗ്യാസിൻ്റെ ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് വാതക ചോർച്ച തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് വീടുകളിൽ ഉപയോഗിക്കുന്ന ഗ്യാസുകളിൽ ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ഓക്കെ, ഈഥൈൽ മെർക്യാപ്റ്റൻ കലർത്തുന്നത് കൊണ്ടാണ് നമ്മുടെ ഗ്യാസിന് മണം. ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥത്തിൽ LPGക്ക് എന്തില്ല? മണമോ നിറമോ ഇല്ല. പക്ഷേ വീടുകളിൽ വാതക ചോർച്ച അറിയാൻ വേണ്ടിയിട്ട് സ്മെല്ല് കിട്ടാൻ വേണ്ടി ചേർക്കുന്നത് എന്താണ്? ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്.
എൽ പി ജിയിലെ മുഖ്യ ഘടകം എപ്പോഴും ചോദിക്കുന്നതാണ് ബ്യൂട്ടെയിൻ ആണ്. എൽ പി ജിയിലെ മുഖ്യ ഘടകം ഏതാണ്? ബ്യൂട്ടെയിൻ ആണ്. അപ്പോൾ ഈ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈ ഒരു കോളം എന്ന് പറയുന്നത് കൽക്കരി, CNG, LNG, LPG എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കാം. ഓക്കെ, അടുത്തത് LPG ആൻഡ് സേഫ്റ്റി. LPGയും സുരക്ഷയും. ഗാർഹികാവശ്യങ്ങൾക്ക് ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറുകളുടെ കാലാവധി അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? സിലിണ്ടറിൻ്റെ മുകൾ ഭാഗത്തായി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉദാഹരണമായിട്ട് A24 എന്നാണെങ്കിൽ A ജനുവരി മുതൽ മാർച്ച് വരെ എന്നും 24 എന്നത് വർഷത്തെയുമാണ് 2024. അപ്പോൾ A24 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ മാർച്ച് വരെ എന്നുള്ളതാണ്. ഓക്കെ, A ജനുവരി മുതൽ മാർച്ച് വരെ എന്നും 24 എന്ന് പറയുന്നത് 2024 എന്ന് പറയുന്ന വർഷമാണ്. ഈ സിലിണ്ടർ 2024 മാർച്ച് വരെ കാലാവധി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കാം. B എന്നാണ് രേഖപ്പെടുത്തിയിരിക്കെങ്കിൽ അത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. C ആണെങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയാണ്. ഓക്കെ, അപ്പോൾ 3 മാസമാണ് ഗ്യാസിൻ്റെ കാലാവധി, അതാണ് അവിടെ എഴുതുന്നത്. LPGയുടെ മണം അനുഭവപ്പെട്ടാൽ ചുരുങ്ങിയത് 3% LPG അന്തരീക്ഷ വായുവിൽ ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് പാചകം ചെയ്യുന്ന സമയത്ത് ഗ്യാസിൻ്റെ സ്മെല്ലൊക്കെ വരുന്നു കഴിഞ്ഞാൽ നമുക്ക് മണം അനുഭവപ്പെടുകയാണെങ്കിൽ 3% LPG നമ്മുടെ അന്തരീക്ഷ വായുവിൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ സ്മെല്ല് കിട്ടുന്നത്. വായുവിലെ LPGയുടെ 2% സാന്നിധ്യം പോലും തീപിടുത്തത്തിന് കാരണമാവാം. അപ്പോൾ നമുക്ക് നല്ലോണം സ്മെല്ല് വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് അപകട സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്? 3% LPG അന്തരീക്ഷ വായുവിൽ ഉണ്ട് എന്നാണ് അർത്ഥം. 2% സാന്നിധ്യം ഉണ്ടെങ്കിൽ കൂടിയിട്ട് എന്താണ്? തീപിടുത്തത്തിന് കാരണമാവാം എന്നാണ് പറയുന്നത്. LPGക്ക് വായുവിനേക്കാൾ എന്താണ്? സാന്ദ്രത കൂടുതലാണ്. ഓക്കെ, ഇതിൽ ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത എങ്ങനെയാണ്? കൂടുതലാണ്. താഴെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇത് തെറ്റി കൊടുക്കാം. LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്, സാന്ദ്രത കുറവാണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ നമുക്കറിയണ്ടേ. അപ്പോൾ LPGക്ക് വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. LPG വാതകത്തിൻ്റെ മണം അനുഭവപ്പെട്ടാൽ വൈദ്യുത സ്വിച്ചുകൾ ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യരുത്. ഓക്കെ, LPG വാതകത്തിൻ്റെ മണം അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ വൈദ്യുത സ്വിച്ചുകൾ ഓൺ ചെയ്യാനും പാടില്ല. ഇനി വൈദ്യുതി സ്വിച്ചുകൾ ഓണിലാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഓഫ് ചെയ്യാനോ പാടില്ല എന്നാണ് പറയുന്നത്. LPG ചോർച്ചയുണ്ടായി തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ തീയുടെ ചൂട് മൂലം സിലിണ്ടർ അല്ലെങ്കിൽ ടാങ്കർ ചൂടാവുകയും ദ്രാവക LPG വാതകമാവുകയും ഉള്ളിലെ മർദ്ദം അധികരിക്കുകയും ചെയ്യും. ഓക്കെ, LPG ചോർച്ചയുണ്ടായി, ഗ്യാസ് ലീക്കേജ് ഉണ്ടായിട്ട് തീപിടുത്തം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് പറയുന്നത്? തീയുടെ ചൂട് മൂലം ഈ സിലിണ്ടർ അല്ലെങ്കിൽ ടാങ്കർ ചൂടാവും. ഓക്കെ, തീയുടെ ചൂട് മൂലം ടാങ്കർ ചൂടാവും. ദ്രാവക LPG എന്തായിട്ട് മാറും? വാതകമാവുകയും ഉള്ളിലെ മർദ്ദം അധികരിക്കുകയും ചെയ്യും. വാതക LPGയുടെ വികസിക്കുവാനുള്ള കഴിവ് 250 മടങ്ങാണ്. LPG വാതകമാകുമ്പോൾ ആ വാതകത്തെ സിലിണ്ടറിന് അല്ലെങ്കിൽ കണ്ടെയ്നറിന് ഉൾക്കൊള്ളാൻ കഴിയാതെ വരും. ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലോട്ട് മാറുന്ന സമയത്ത് അത് അതിൻ്റെ ഉള്ളിൽ മർദ്ദം കൂടുമ്പോൾ അതവിടെ തങ്ങാനായിട്ട് പറ്റില്ല. അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന സമയത്ത് മർദ്ദം ക്രമാതീതമായി വളർന്ന് ഉഗ്രസ്ഫോടനത്തിന് കാരണമാവുകയും ചെയ്യും. ഇതാണ് ബ്ലെവി എന്നറിയപ്പെടുന്നത്. ഓക്കെ, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ഓക്കെ, ബ്ലെവി എന്ന് അറിയപ്പെടുന്നത് എന്താണ്? അതായത് LPG ചോർച്ചയുണ്ടായിട്ട് തീപിടുത്തം ഉണ്ടാവുന്ന സമയത്ത് ഈ തീയുടെ ചൂട് മൂലം സിലിണ്ടർ എന്ത് ചെയ്യും? ചൂടാവും. ചൂടാവുന്ന സമയത്ത് ദ്രാവക LPG എന്തായിട്ട് മാറും? വാതകമായിട്ട് മാറും. അപ്പോൾ എന്ത് ചെയ്യും? മർദ്ദം കൂടും. അപ്പോൾ ഈ LPGയുടെ വികസിക്കുവാനുള്ള കഴിവെന്ന് പറയുന്നത് 250 മടങ്ങാണ്. അപ്പോൾ വാതകം വർദ്ധിക്കുന്ന സമയത്ത്, മർദ്ദം വർദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് വളർന്ന്, അതായത് മർദ്ദം ക്രമാതീതമായി വളർന്ന് ഉഗ്രസ്ഫോടനത്തിന് കാരണമാവും. ഇതിനെയാണ് ബ്ലെവി അല്ലെങ്കിൽ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓരോ പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി ഗ്യാസ് ലീക്ക് ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ വീടിന് പുറത്തു നിന്ന് വൈദ്യുത ബന്ധം വിച്ഛേദിക്കുക. അതായത് മെയിൻ സ്വിച്ച് എന്ത് ചെയ്യുക? ഓഫ് ചെയ്യുക. ഗ്യാസ് ലീക്കേജ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്ക് സ്മെല്ലൊക്കെ വരുമ്പോൾ അറിയാൻ പറ്റും അല്ലേ? അപ്പോൾ ഗ്യാസ് ലീക്കേജ് ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ വൈദ്യുത സ്വിച്ച് ഓഫാക്കുന്നതിന് പകരം മെയിൻ സ്വിച്ച് ഓഫാക്കുക. വൈദ്യുത ബന്ധം തന്നെ വിച്ഛേദിക്കണം. റെഗുലേറ്റർ ഓഫ് ചെയ്ത് സിലിണ്ടർ എന്ത് ചെയ്യുക? ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് മാറ്റുക. വാതിലുകളും ജനലുകളും തുറന്നിടുക. അഗ്നിശമന സേനയുടെ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള 101 വിളിച്ച് സഹായം ആവശ്യപ്പെടുക. മതിയായ പരിശീലനം സിദ്ധിച്ച രക്ഷാപ്രവർത്തകർക്ക് നനഞ്ഞ ചണച്ചാക്ക് ഉപയോഗിച്ചിട്ട് സിലിണ്ടറിൻ്റെ വായറ്റം മൂടി ഓക്സിജനുമായുള്ള സമ്പർക്കം ഒഴിവാക്കി തീക്കെടുത്താനായിട്ട് പറ്റുന്നു. ഫ്ലാറ്റുകളിൽ അല്ലെങ്കിൽ മുകൾ നിലകളിലാണ് തീപിടുത്തം ഉണ്ടാവുന്നതെങ്കിൽ
രക്ഷപ്പെടാനായിട്ട് ലിഫ്റ്റ് ഉപയോഗിക്കാൻ പാടില്ല, സ്റ്റെയർകേസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. വാതകമോ പുകയോ ശ്വസിക്കാത്ത വിധത്തിൽ മൃദുവായ തുണി കൊണ്ട് മൂക്കും വായും മൂടണം. ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത് ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് അവ ഭാവി തലമുറയ്ക്ക് കൂടി നമ്മൾ കരുതി വെക്കണം, അല്ലേ? അപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ അമൂല്യമാണെന്നും അവ യുക്തിപൂർവ്വം ഉപയോഗിക്കണമെന്നും കാണിച്ചുകൊണ്ടാണ് കുറേ പോസ്റ്ററുകൾ തയ്യാറാക്കാനാണ്. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, LPGയുടെ കാര്യം മനസ്സിലായി. ഇനി അടുത്തത് നോക്കുക, ബയോമാസ്. എന്താണ് ബയോമാസ് നോക്കാം. വിറക്, ചാണകവറളി വിറക്, ചാണകവറളി എന്നിവ പുരാതന കാലം മുതലേ ഉപയോഗിക്കുന്ന ഇന്ധനങ്ങളാണ് വിറക്, ചാണകവറളി എന്നിവ. ഇത്തരം ഇന്ധനങ്ങൾ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്നവയായതിനാൽ ഇവയെ എന്താണ് വിളിക്കുന്നത്? ജൈവാവശിഷ്ടങ്ങൾ അഥവാ ബയോമാസ് എന്നാണ് വിളിക്കുന്നത്. അപ്പം വിറകും ചാണകവറളിയും ഒക്കെ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ജൈവാവശിഷ്ടങ്ങൾ അഥവാ ബയോമാസ് എന്നറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ്? ഇത്തരം ഇന്ധനങ്ങൾ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും ലഭിക്കുന്നവയായതിനാലാണ് ഇവയെ ജൈവാവശിഷ്ടങ്ങൾ അഥവാ ബയോമാസ് എന്ന് പറയുന്നത്. ഇത്തരം ജൈവാവശിഷ്ടങ്ങളുടെ ജ്വലനം എങ്ങനെയായിരിക്കും? ഭാഗിക ജ്വലനമായിരിക്കും. ജൈവാവശിഷ്ടങ്ങളുടെ ജ്വലനം എന്ന് പറയുന്നത് ഭാഗിക ജ്വലനമായിരിക്കും. അപ്പോൾ എന്താണ് ബയോമാസ് എന്നുള്ളത് മനസ്സിലായല്ലോ. അടുത്തത് ബയോഗ്യാസ് ആണ്. ബയോഗ്യാസ് ജൈവാവശിഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പ്ലാന്റിൽ ജൈവാവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ചാൽ ഓക്സിജന്റെ അഭാവത്തിൽ ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് എന്തുണ്ടാവുന്നു? ബയോഗ്യാസ് ഉണ്ടാവുന്നു. ഈ ജൈവാവശിഷ്ടങ്ങൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിക്കുന്ന സമയത്ത് ഓക്സിജന്റെ അഭാവത്തിൽ എന്തുണ്ടാവുന്നു? ബാക്ടീരിയകളുടെ പ്രവർത്തന ഫലമായിട്ട് ബയോഗ്യാസ് ഉണ്ടാവുന്നു. ഇതിലെ പ്രധാന ഘടകം മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. പ്രധാന ഘടകം എന്താണ് ബയോഗ്യാസിൽ? മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡുമാണ് പ്രധാന ഘടകം. പ്ലാന്റിൽ നിന്ന് പുറന്തള്ളുന്ന സ്ലെറി നല്ല വളമാണ്. ഈ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നും പുറന്തള്ളുന്ന സ്ലെറി എന്ന് പറയുന്നത് വളരെ നല്ലൊരു വളമാണ്. ബയോമാസിനെ ബയോഗ്യാസ് ആക്കി മാറ്റുമ്പോൾ കൂടുതൽ കലോറിക മൂല്യമുള്ള ഇന്ധനം ലഭിക്കുന്നു എന്ന് മാത്രമല്ല അന്തരീക്ഷ മലിനീകരണം കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ബയോമാസിനെ ബയോഗ്യാസ് ആക്കി മാറ്റുന്ന സമയത്ത് അന്തരീക്ഷ മലിനീകരണം കുറയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ബയോഗ്യാസിലെ പ്രധാനപ്പെട്ട ഘടകം ഏതൊക്കെയാണ്? മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഇനി നോക്കുക, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കലോറിക മൂല്യമാണ്. കലോറിക മൂല്യം. 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായി കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവാണ് ആ ഇന്ധനത്തിന്റെ കലോറിക മൂല്യം എന്ന് പറയുന്നത്. എന്താണ് കലോറിക മൂല്യം? 1 കിലോഗ്രാം ഇന്ധനം പൂർണ്ണമായിട്ട് കത്തുമ്പോൾ പുറത്തുവിടുന്ന താപോർജ്ജത്തിന്റെ അളവിനെയാണ് ആ ഇന്ധനത്തിന്റെ എന്തെന്ന് പറയുന്നത്? കലോറിക മൂല്യം എന്ന് പറയുന്നത്. കലോറിക മൂല്യത്തിന്റെ യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം ആണ്. കിലോ ജൂൾ പെർ കിലോഗ്രാം എന്നുള്ളതാണ് കലോറിക മൂല്യത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ചില ഇന്ധനങ്ങളും അവയുടെ കലോറിക മൂല്യവും കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഹൈഡ്രജൻ, CNG, ചാണകവരളി, LPG, ബയോഗ്യാസ്, കൽക്കരി, പെട്രോള്, മീഥെയിൻ, ഇതിൻ്റെ എല്ലാം കലോറിക മൂല്യം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ എന്താണ്? അത്രയും ആയി. ഇനി അടുത്തത് ഹൈഡ്രജനും ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലുമാണ്. ഹൈഡ്രജനും ഹൈഡ്രജൻ ഫ്യൂവൽ സെല്ലും. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് എന്ത്? ഹൈഡ്രജൻ. നമ്മളിപ്പോൾ കലോറിക മൂല്യം വെച്ച് കണ്ടു അല്ലേ? അപ്പോൾ അതിൽ ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ളത് ഏതിനാണ്? ഹൈഡ്രജൻ ആണ്. 1,50,000 ആണല്ലേ? 1.5 ലക്ഷം കിലോ ജൂൾ അല്ലേ പെർ കിലോഗ്രാം ആണ്. അപ്പോൾ അതാണ് ഏറ്റവും ഉയർന്നത് ഹൈഡ്രജൻ ആണല്ലേ. അപ്പോൾ ഈ ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനമാണ് ഹൈഡ്രജൻ. ഇത് എളുപ്പം തീപിടിക്കുന്നതും സ്ഫോടക സ്വഭാവമുള്ളതുമാണ്. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എളുപ്പം തീപിടിക്കുന്നതും സ്ഫോടക സ്വഭാവമുള്ളതുമാണ്. അതിനാൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ സംഭരിക്കുവാനോ ബുദ്ധിമുട്ടാണ്. ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിക്കുന്നു. അപ്പോൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ. ഇനി ഒരു നല്ല ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ഒരു നല്ല ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? എളുപ്പം ലഭ്യമാകണം, ചെലവ് കുറവായിരിക്കണം,
ഉയർന്ന കലോറിക മൂല്യമുണ്ടായിരിക്കണം, കത്തുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം, സംഭരിച്ചു വയ്ക്കാൻ പര്യാപ്തമായിരിക്കണം, ദ്രവ ഇന്ധനങ്ങൾ സാധാരണ താപനിലയിൽ എളുപ്പം ബാഷ്പീകരിക്കരുത്, എളുപ്പം ലഭ്യമായിരിക്കണം, ചെലവ് കുറവായിരിക്കണം, ഉയർന്ന കലോറിക മൂല്യമുണ്ടായിരിക്കണം, കത്തുമ്പോൾ അന്തരീക്ഷ മലിനീകരണം കുറവായിരിക്കണം, സംഭരിച്ചു വയ്ക്കാൻ പര്യാപ്തമായിരിക്കണം, ദ്രവ ഇന്ധനങ്ങൾ സാധാരണ താപനിലയിൽ എളുപ്പം ബാഷ്പീകരിക്കരുത്. ഇത്രയുമാണ് ഒരു നല്ല ഇന്ധനത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഊർജ രൂപങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈദ്യുതോർജ്ജം. ഏറ്റവും എളുപ്പത്തിൽ വിവിധ രൂപങ്ങളിലേക്ക് മാറ്റാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മളിപ്പോൾ ഊർജത്തിൻ്റെ പരിവർത്തനത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഊർജ രൂപങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണ്? വൈദ്യുതോർജ്ജമാണ്. കാരണം വൈദ്യുതോർജ്ജത്തെ വിവിധ രൂപങ്ങളിലോട്ട് വളരെ എളുപ്പത്തിൽ മാറ്റാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ അളക്കുന്ന ഒരു ഘടകമാണ് എന്ത്? ആ രാജ്യത്തെ ഓരോ വ്യക്തിക്കുമുള്ള വൈദ്യുതോർജ്ജത്തിൻ്റെ ലഭ്യത എന്ന് പറയുന്നത്. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ അളക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഏതാണ്? ആ രാജ്യത്തെ ഓരോ വ്യക്തിക്കുമുള്ള വൈദ്യുതോർജ്ജത്തിൻ്റെ ലഭ്യതയാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഊർജ സ്രോതസ്സുകളുടെ അടിസ്ഥാനത്തിൽ പവർ സ്റ്റേഷനിൻ്റെ വർഗീകരണമാണ് പറയുന്നത്. ഓക്കെ, ഊർജ സ്രോതസ്സുകൾ എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചിട്ട് പവർ സ്റ്റേഷനുകളെ തരംതിരിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുന്നത്. ആദ്യത്തേത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. അപ്പോൾ എന്താണ് ഇവിടെ പ്രത്യേകത? ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്ക് ഒഴുകി ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. കേരളത്തിൽ പള്ളിവാസൽ, മൂലമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നു. ഇവിടെ നടക്കുന്ന ഊർജ്ജ മാറ്റം എന്ന് പറയുന്നത് എന്താണ്? സ്ഥിതികോർജ്ജം ഗതികോർജ്ജമാവുന്നു, ഗതികോർജ്ജം യാന്ത്രികോർജ്ജമാവുന്നു, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം എന്ത് ചെയ്യുന്നു? പെൻസ്റ്റോക്ക് പൈപ്പ് വഴി താഴേക്ക് ഒഴുക്കി ടർബൈൻ കറക്കിയാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. കേരളത്തിൽ എവിടെയൊക്കെയാണ്? പള്ളിവാസൽ, മൂലമറ്റം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഉള്ളത്. ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഇമ്പോർട്ടൻ്റ് ആണ്. സ്ഥിതികോർജ്ജം ഗതികോർജ്ജമാവുന്നു, ഗതികോർജ്ജം യാന്ത്രികോർജ്ജമാവുന്നു, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. ഓക്കെ, അടുത്തത് തെർമൽ പവർ സ്റ്റേഷൻ. തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. ഓക്കെ, കൽക്കരി, നാഫ്ത, ലിഗ്നൈറ്റ് എന്നീ ഇന്ധനങ്ങൾ കത്തിച്ച് എന്ത് ചെയ്യുന്നു? ജലത്തെ ഉന്നത മർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. നെയ്വേലി, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷൻ. അപ്പോൾ തെർമൽ പവർ സ്റ്റേഷൻ എവിടേക്കാണ്? നെയ്വേലി, കായംകുളം എന്നിവിടങ്ങളിലാണ്. തെർമൽ പവർ സ്റ്റേഷനിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്ന് പറയുന്നത് രാസോർജ്ജം എന്തായിട്ട് മാറുന്നു? താപോർജ്ജമായിട്ട് മാറുന്നു. പിന്നീട് യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. അത് പിന്നീട് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിലും തെർമൽ പവർ സ്റ്റേഷനിലും നടക്കുന്ന ഊർജ്ജമാറ്റം പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ തന്നെ വീണ്ടും ഒരു കോളമായിട്ട് കൊടുത്തേക്കാണ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എവിടേക്കാണ്? മൂലമറ്റം, കുറ്റ്യാടി, പള്ളിവാസൽ. തെർമൽ പവർ സ്റ്റേഷൻ നെയ്വേലി, കായംകുളം, രാഗമുണ്ടം. ഇനി അവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ എന്താണ്? സ്ഥിതികോർജ്ജം ഗതികോർജ്ജമാകുന്നു, ഗതികോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, ദെൻ വൈദ്യുതോർജ്ജമാകുന്നു. അപ്പോൾ സ്ഥിതികോർജ്ജം എന്തായിട്ടാണ് ലാസ്റ്റ് മാറുന്നത്? വൈദ്യുതോർജ്ജമായിട്ടാണ് മാറുന്നത്. സ്ഥിതികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു. തെർമൽ പവർ സ്റ്റേഷനിൽ എന്താണ് മാറുന്നത്? രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു അല്ലേ. രാസോർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഓക്കെ, സൂര്യനിൽ നിന്ന് വ്യത്യസ്ത ഊർജ്ജ രൂപങ്ങൾ നമുക്ക് ലഭിക്കുന്നു. സൗരോർജ്ജത്തെ പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അടുത്ത കാലത്തായിട്ട് പുരോഗമിച്ച് വരുന്നു. അപ്പോൾ ഏതെല്ലാം ഉപകരണങ്ങളാണ് നമ്മൾ സൗരോർജ്ജം ഉപയോഗപ്പെടുത്തിയിട്ട് പ്രവർത്തിക്കുന്നത്? നമ്മൾ പഠിച്ചു. സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ, അതുപോലെ തന്നെ എന്താണ് കാൽക്കുലേറ്റർ അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്തത് സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതോർജ്ജം, ഇലക്ട്രിസിറ്റി ഫ്രം സോളാർ എനർജി. നോക്കുക, സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് സോളാർ സെൽ. അപ്പോൾ സോളാർ സെൽ എന്താണ് ചെയ്യുന്നത്? പ്രകാശോർജ്ജത്തെ, സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ഉപകരണമാണ് സോളാർ സെൽ എന്ന് പറയുന്നത്. ഇത് ഒരു PN സന്ധി ഡയോഡാണ്. PN സന്ധി ഡയോഡാണ്. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ N ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ P ഭാഗത്തുണ്ടായ നേരിയ ഇലക്ട്രോണിക് പ്രവാഹമാണ് വൈദ്യുത പ്രവാഹത്തിന് കാരണം.
ഈ പ്രതിഭാസമാണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം. ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? സോളാർ സെൽ എന്ന് പറയുന്നത് ഒരു PN സന്ധി ഡയോഡാണ്. സിലിക്കൺ കൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ N ഭാഗത്ത് സൂര്യപ്രകാശം പതിക്കുമ്പോൾ P ഭാഗത്തുണ്ടാകുന്ന നേരിയ ഇലക്ട്രോൺ പ്രവാഹമാണ് എന്ത്? വൈദ്യുത പ്രവാഹത്തിന് കാരണം. ഇതിനെയാണ് ഫോട്ടോ വോൾട്ടായിക് പ്രഭാവം എന്ന് പറയുന്നത്. അങ്ങനെ ലഭിക്കുന്ന വൈദ്യുതിയാണ് ബാറ്ററികളിൽ സംഭരിച്ച ആവശ്യമായ സന്ദർഭങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതോർജ്ജം ഉണ്ടാകുന്നത് സോളാർ സെല്ലിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്തത് സോളാർ പാനലാണ്. സോളാർ പാനൽ എന്ന് പറയുമ്പോൾ ഒരു സോളാർ സെല്ലിൽ നിന്ന് തുച്ഛമായ വോൾട്ടേജും കറണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ. അങ്ങനെ അനേകം സോളാർ സെല്ലുകൾ യോജിപ്പിച്ചിട്ടാണ് എന്ത് നിർമ്മിച്ചിരിക്കുന്നത്? സോളാർ പാനൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സോളാർ പാനലിൽ നിന്ന് ലഭിക്കുന്ന വൈദ്യുതി സ്റ്റോറേജ് ബാറ്ററികളിൽ സംഭരിച്ച് ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്താം. തെരുവ് വിളക്കുകൾ പ്രവർത്തിപ്പിക്കാൻ സോളാർ പാനലുകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഊർജാവശ്യങ്ങൾക്ക് സോളാർ പാനലുകളാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഓക്കെ, കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഊർജാവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്ന ഏതാണ്? സോളാർ പാനലുകളാണ് പ്രയോജനപ്പെടുത്തുന്നത്. ഇപ്പോൾ ആയിരക്കണക്കിന് കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ വോൾട്ടായിക് പവർ പ്ലാന്റുകൾ പ്രവർത്തനത്തിലുണ്ട്. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്തിലെ സൗരോർജ പവർ പ്ലാന്റ് ഇത്തരത്തിലുള്ള ഒന്നാണ്. ഓക്കെ, അപ്പോൾ സോളാർ പാനൽ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. സൗരോർജ്ജത്തിൽ നിന്നും താപോർജ്ജം. ഇവിടെ ഒരു പരീക്ഷണം കൊടുത്തിട്ടുണ്ട്. 2 കോണിക്കൽ ഫ്ലാസ്ക് എടുക്കുക. ഒന്നിന് ചുറ്റും കറുത്ത പെയിൻറ്റും അടുത്തതിന് ചുറ്റും വെളുത്ത പെയിൻറ്റും അടിക്കുക. രണ്ടിലും ജലം നിറച്ച ശേഷം രണ്ടും സൂര്യപ്രകാശത്തിൽ ഒരേ സമയം വെക്കുക. ഏതായിരിക്കും ആദ്യം ചൂടായിട്ടുണ്ടാവുക? നമുക്കറിയാം കറുത്ത പെയിൻറ് ഉള്ളതാണ് അല്ലേ. കറുപ്പ് നിറമാണ് കൂടുതലായിട്ട് സൂര്യൻ്റെ കിരണം അല്ലെങ്കിൽ ചൂട് ആഗിരണം ചെയ്യുക എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അടുത്തത് സോളാർ കുക്കർ നോക്കുക. സോളാർ കുക്കറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ബോക്സിനകത്ത് കറുത്ത പെയിൻറ്റ്, ബോക്സിന് ഗ്ലാസ് മൂടി, ബോക്സിന് പുറത്തായിട്ട് ദർപ്പണം. ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്ത് സോളാർ കുക്കർ എന്ന് പറയുന്നത് അല്ലേ. സോളാർ കുക്കറിൻ്റെ പ്രത്യേകത പറഞ്ഞു. അടുത്തത് സോളാർ വാട്ടർ ഹീറ്റർ ആണ്. സോളാർ വാട്ടർ ഹീറ്റർ എന്ന് പറയുമ്പോൾ സൗരോർജ്ജത്തിൽ നിന്ന് നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളാണ് എന്ത് സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ എന്നിവ അല്ലേ. സൗരോർജ്ജത്തിൽ നിന്നും നേരിട്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങളെയാണ് സോളാർ കുക്കർ, സോളാർ വാട്ടർ ഹീറ്റർ എന്നിവ. വീടുകൾ, ഹോട്ടലുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാനും പാത്രങ്ങൾ കഴുകാനും കുളിക്കാനും ആവശ്യമായ ചൂടുവെള്ളം സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അടുത്തത് സോളാർ തെർമൽ പവർ പ്ലാന്റ് ആണ്. ഇവിടെ സൗരോർജ്ജം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. വൈദ്യുതോർജ്ജം. ഓക്കെ, സൗരോർജ്ജം എന്തായിട്ട് മാറുന്നു? വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നു. കോൺകേവ് റിഫ്ലക്ടറുകൾ ഉപയോഗിച്ച് സൂര്യരശ്മികളെ കറുത്ത പെയിന്റ് അടിച്ചതും ജലം നിറച്ചതുമായിട്ടുള്ള പൈപ്പുകളിൽ ഫോക്കസ് ചെയ്യുന്നു. തൽഫലമായി ജലം തിളച്ച് നീരാവിയാകുന്നു. ഈ നീരാവി ഉപയോഗിച്ച് സ്റ്റീം ടർബൈൻ തിരിച്ച് ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നു. ഇന്ത്യയിൽ 10ഓളം സോളാർ തെർമൽ പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിലേറ്റവും കൂടുതലുള്ളത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. സൗരോർജ്ജം നേരിട്ട് പ്രയോജനപ്പെടുത്തുന്ന ഏതാനും ഉപകരണങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത് അല്ലേ. സൗരോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നതും മറ്റുമാണ് നമ്മൾ പഠിച്ചത്. കാറ്റ്, തിരമാല എന്നിങ്ങനെയുള്ള മിക്ക പ്രതിഭാസങ്ങൾക്കും കാരണം സൂര്യനാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അവയിൽ നിന്നുള്ള ഊർജ്ജത്തിൻ്റെ ഉറവിടമായിട്ട് എന്തിനെ കണക്കാക്കാം? സൂര്യനെ കണക്കാക്കാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സൗരോർജ്ജത്തിൽ നിന്നും വൈദ്യുതോർജ്ജം ഉണ്ടാവുന്നതും അല്ലേ എല്ലാം നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് കാറ്റിൽ നിന്ന് ഊർജ്ജം, എനർജി ഫ്രം വിൻഡ് ആണ് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതും പരിസ്ഥിതി സൗഹൃദപരമായിട്ടുള്ള ഒരു നല്ല ഊർജ്ജരൂപമാണ് പവനോർജ്ജം അല്ലെങ്കിൽ വിൻഡ് എനർജി എന്ന് പറയുന്നത്. കാറ്റിൻ്റെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇവിടെ വൈദ്യുതി ഉൽപ്പാദനത്തിന് ആവർത്തന ചെലവുകൾ ആവശ്യമായി വരുന്നില്ല. പക്ഷേ ചില പരിമിതികൾ ഇതിനുണ്ട്. വർഷത്തിൽ കൂടുതൽ സമയവും കാറ്റ് ലഭിക്കുന്ന സ്ഥലം മാത്രമേ ഇതിന് സ്ഥാപിക്കാൻ കഴിയൂ. കാറ്റില്ലാത്തപ്പോൾ വൈദ്യുതി ഉപയോഗിക്കാൻ സംഭരണ സംവിധാനം വേണ്ടിവരും. 1 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ഏകദേശം 2 ഹെക്ടർ സ്ഥലം ആവശ്യമായിട്ട് വരും. കാറ്റാടി സ്ഥാപിക്കണമെങ്കിൽ ചെലവ് വളരെ കൂടുതലാണ്. കൊടുങ്കാറ്റ്, പേമാരി, ചൂട് എന്നിവ മൂലം കാറ്റടിക്കുണ്ടാവുന്ന കേടുപാടുകൾ മാറ്റുന്നതിന് ചെലവ് കൂടുതലായിട്ട് വരും. ഒരു മിനി മോട്ടർ, പേപ്പർ ഫാൻ എന്നിവ ഉപയോഗിച്ച് കാറ്റാടിയുടെ മാതൃക ഉണ്ടാക്കിയിട്ട് പ്രവർത്തിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ കാറ്റിൽ നിന്ന് ഊർജ്ജം ഉണ്ടാകുന്നത്. അടുത്തത് കടലിൽ നിന്ന് ഊർജ്ജം, എനർജി ഫ്രം സീ. നോക്കുക, ഭൂമിയുടെ ഉപരിതലത്തിൽ 2/3 ഭാഗവും എന്താണ്? നമ്മൾ ഫസ്റ്റ് പഠിച്ചു ജലമാണ്. അതുകൊണ്ട് തന്നെ സമുദ്രം ഒരു വലിയ ഊർജ്ജ സ്രോതസ്സാണ്. അതും നമ്മൾ പറഞ്ഞു. തിരമാല, വേലിയേറ്റം, സമുദ്രതാപം എന്നിവ
സമുദ്രത്തിൽ നിന്ന് ഊർജം ലഭ്യമാക്കാൻ സാധിക്കുന്ന പ്രതിഭാസമാണ്. ഏതൊക്കെയാണ്? തിരമാല, വേലിയേറ്റം, സമുദ്രതാപം എന്നിവയാണ് സമുദ്രത്തിൽ നിന്നും ഊർജം ലഭ്യമാക്കാൻ സാധിക്കുന്ന പ്രതിഭാസങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നോക്കാം. ഡെൻമാർക്ക് അറിയപ്പെടുന്നത് കാറ്റിൻ്റെ രാജ്യം എന്നാണ്. അപ്പോൾ കാറ്റിൻ്റെ രാജ്യം എന്നറിയപ്പെടുന്ന ഏതാണ്? ഡെൻമാർക്കാണ്. ഈ രാജ്യത്തെ വൈദ്യുതിയുടെ 25%-ലധികവും ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? കാറ്റാടിപ്പാടങ്ങളിലൂടെയാണ്. കാറ്റുപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്ന കാര്യത്തിൽ ജർമ്മനിയാണ് ഒന്നാമത്. കാറ്റുപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കുന്നതിൽ 1-ാം സ്ഥാനം ആർക്കാണ്? ജർമ്മനിക്കാണ്. ഈ കാര്യത്തിൽ ഇന്ത്യക്ക് 5-ാം സ്ഥാനമാണുള്ളത്. കാറ്റാടി ഉപയോഗിച്ച് അല്ലെങ്കിൽ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 5-ാം സ്ഥാനമാണ്. 1-ാം സ്ഥാനം ജർമ്മനിക്കാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ കാറ്റിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ ഏകദേശം എത്രയാണ്? 45,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലാണ്. ഇത് 380 മെഗാവാട്ട് ഉണ്ട്. കേരളത്തിലെ രാമക്കൽമേട്ടിലും കഞ്ചിക്കോട്ടും ഈ തരത്തിൽ വൈദ്യുതി ഉൽപ്പാദനം നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാറ്റിൽ നിന്നും ഊർജ്ജം നമ്മൾ പഠിച്ചു. അടുത്തത് കടലിൽ നിന്ന് ഊർജ്ജം, എനർജി ഫ്രം സീ. ഭൂമിയുടെ ഉപരിതലത്തിൽ 2/3 ഭാഗവും എന്താണ്? നമ്മൾ പറഞ്ഞു ജലമാണ്. അതുകൊണ്ട് തന്നെ സമുദ്രം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഊർജ്ജ സ്രോതസ്സാണ്. തിരമാല, വേലിയേറ്റം, സമുദ്രതാപം എന്നിവയിൽ നിന്ന് സമുദ്രത്തിൽ നിന്നും ഊർജ്ജം ലഭിക്കാൻ സാധിക്കുന്ന പ്രതിഭാസങ്ങളാണ്. അടുത്തത് വേലിയേറ്റോർജ്ജം. വേലിയേറ്റോർജ്ജം അല്ലെങ്കിൽ ടൈഡൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണമാണ് വേലിയേറ്റത്തിന് കാരണം, അല്ലേ? ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ഗുരുത്വാകർഷണമാണ് വേലിയേറ്റത്തിന് കാരണം. ഈ വേലിയേറ്റോർജ്ജം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കുവാൻ കഴിയുമോ? അപ്പോൾ അവിടെ ഒരു വർക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വേലിയേറ്റ നില, ടർബൈൻ, സമുദ്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സ്പെരിമെൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുക, കേരളത്തിൽ വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച 1 മീറ്ററിലും കുറവായതുകൊണ്ട് വേലിയേറ്റോർജ്ജം എന്ത് ചെയ്യുന്നില്ല? പ്രയോജനപ്പെടുത്തുന്നില്ല. കേരളത്തിൽ വേലിയേറ്റം കൊണ്ടുള്ള ഉയർച്ച 1 മീറ്ററിലും കുറവായതുകൊണ്ട് വേലിയേറ്റോർജ്ജം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് പറയുന്നത്. അടുത്തത് തിരമാലയിൽ നിന്നും ഊർജ്ജം, എനർജി ഫ്രം വേവ്സ്. തിരമാലകളുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് വൈദ്യുതി ഉണ്ടാക്കാം. ഇത്തരത്തിൽ തിരമാലകളിൽ നിന്ന് വൈദ്യുതോർജ്ജം നിർമ്മിക്കുന്നതിനുള്ള വിവിധ മാർഗ്ഗങ്ങൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിലും നടക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. അടുത്തത് സമുദ്ര താപോർജ്ജം അല്ലെങ്കിൽ ഓഷ്യൻ തെർമൽ എനർജി എന്ന് പറയുമ്പോൾ സമുദ്രത്തിൻ്റെ ഉപരിതലം സൂര്യപ്രകാശ രശ്മികളാൽ ഉയർന്ന താപനിലയിലായിരിക്കും. ഓക്കെ, സൂര്യപ്രകാശ രശ്മികളാൽ ഉയർന്ന താപനിലയിലായിരിക്കും സമുദ്രത്തിൻ്റെ ഉപരിതലം. എന്നാൽ വളരെ ആഴത്തിൽ താപനില വളരെ കുറവായിരിക്കും. ഈ താപനില വ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജ്ജം നിർമ്മിക്കുന്നവയാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷൻ പ്ലാന്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സമുദ്രത്തിൻ്റെ ഉപരിതലം എന്താണ്? സൂര്യപ്രകാശ രശ്മികളാൽ ഉയർന്ന താപനിലയിലായിരിക്കും. എന്നാൽ വളരെ ആഴത്തിൽ താപനില വളരെ കുറവായിരിക്കും. ഈ താപനില വ്യത്യാസം പ്രയോജനപ്പെടുത്തി ഊർജ്ജം നിർമ്മിക്കുന്നവയാണ് ഓഷ്യൻ തെർമൽ എനർജി കൺവെൻഷൻ പ്ലാന്റുകൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ OTEC എന്ന് പറയുമ്പോൾ സമുദ്രോപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്ററിൽ താഴെയുള്ള സമുദ്രജലത്തിലെ താപനിലയും തമ്മിലുള്ള വ്യത്യാസം 20 Kയിലും കൂടുതലായിരിക്കും. ഓക്കെ, സമുദ്രോപരിതലത്തിലെ താപനിലയും 2 കിലോമീറ്റർ താഴെയുള്ള സമുദ്രജലത്തിലെ താപനിലയും തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 20 Kയിൽ കൂടുതലായിരിക്കും. ഉപരിതലത്തിലെ ചൂട് എളുപ്പം ബാഷ്പീകരിക്കുന്ന അമോണിയ പോലുള്ള ദ്രാവകത്തെ തിളപ്പിക്കുന്നു. ഉപരിതലത്തിലെ ചൂട് എന്ത് ചെയ്യുന്നു? എളുപ്പം ബാഷ്പീകരിക്കുന്ന അമോണിയ പോലുള്ള ദ്രാവകത്തെ തിളപ്പിക്കുന്നു. ഈ വാതകം ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നു. താഴെയുള്ള തണുത്ത ജലം ബാഷ്പത്തെ വീണ്ടും തണുപ്പിച്ച് ദ്രാവകമാക്കുന്നു. ഈ പ്രവർത്തനം തുടരുമ്പോൾ തുടർച്ചയായിട്ട് വൈദ്യുതി ലഭിക്കുന്നു. ഓക്കെ, ഇനി അടുത്തത് ജിയോ തെർമൽ എനർജിയാണ്. ഭൂമിയുടെ ഉപരിതലം തണുത്ത് മനുഷ്യവാസയോഗ്യമായെങ്കിലും അകം ഇപ്പോഴും ഉരുകിയ അവസ്ഥയിലാണ്. ഉയർന്ന താപനിലയിലുള്ള ഈ മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്തു വരും. ഇത്തരം സ്ഥലങ്ങളാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ട്സ്പോട്ട് എന്താണ്? ഭൂമിയുടെ ഉപരിതലം തണുത്ത് മനുഷ്യവാസയോഗ്യമായെങ്കിലും അകം എങ്ങനെയാണ്? ഉരുകിയ അവസ്ഥയിലാണ്. ഉയർന്ന താപനിലയിലുള്ള ഈ മാഗ്മ കടുപ്പം കുറഞ്ഞ ഭാഗങ്ങളിലൂടെ കോറിന് പുറത്തു വരും. ഇത്തരം സ്ഥലങ്ങളെയാണ് ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. ഇവിടെയുള്ള ഭൂഗർഭജലം ഹോട്ട്സ്പോട്ടിൽ നിന്ന് താപം സ്വീകരിച്ച നീരാവിയായി മാറും. പാറകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഈ നീരാവിയെ പാറ തുളച്ച് പൈപ്പുകൾ വഴി കടത്തിവിട്ട് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. അടുത്തത് ഊർജം ന്യൂക്ലിയസിൽ നിന്ന്, ന്യൂക്ലിയർ എനർജിയെ കുറിച്ചാണ് പറയുന്നത്.
ആദ്യം തന്നെ ഊർജ്ജം ന്യൂക്ലിയസിൽ നിന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ന്യൂക്ലിയർ ഫിഷനെ കുറിച്ചാണ്. അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളാക്കി വിഘടിപ്പിക്കുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫിഷൻ. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? അറ്റോമിക ഭാരം കൂടിയ ന്യൂക്ലിയസുകളെ ന്യൂട്രോൺ ഉപയോഗിച്ച് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായിട്ട് വിഘടിപ്പിക്കുന്ന പ്രവർത്തനത്തെയാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ ന്യൂക്ലിയസുകളുടെ ആകെ മാസ് അതിൻ്റെ മാതൃ ന്യൂക്ലിയസിൻ്റെ മാസിനേക്കാൾ കുറവാണ്. അതായത് ഇത്തരം വിഘടനത്തിൽ ദ്രവ്യനഷ്ടം സംഭവിക്കുന്നു. ഫിഷന്റെ ഫലമായി നഷ്ടപ്പെടുന്ന ദ്രവ്യം ഊർജ്ജമായി പരിണമിക്കുന്നു. ഐൻസ്റ്റീനിൻ്റെ E=mc² എന്ന സമവാക്യം അനുസരിച്ച് പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസ് എന്തായിരിക്കും? കുറവായിരിക്കും. എന്നിരുന്നാലും ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. അനിയന്ത്രിത ഫിഷൻ പ്രവർത്തനം വലിയ സ്ഫോടനത്തിലേക്ക് കലാശിക്കും. ഇതാണ് ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ആറ്റം ബോംബിൽ നടക്കുന്ന പ്രവർത്തനം ഏതാണ്? ന്യൂക്ലിയർ ഫിഷൻ ആണ്. ഓക്കെ, ഇവിടെ U-235 ന്യൂക്ലിയർ ഫിഷൻ്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്തത് ഇവിടെ ഒരു കോളമുണ്ട്. ദ്രവ്യത്തിൽ നിന്ന് ഊർജ്ജം. ദ്രവ്യം ഊർജ്ജമാക്കി മാറ്റുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവ് കണക്കാക്കുന്ന സമവാക്യമാണ് എന്ത്? E=mc². ഇവിടെ m എന്ന് പറയുന്നത് പരിവർത്തനം ചെയ്യുന്ന ദ്രവ്യത്തിൻ്റെ മാസും C പ്രകാശത്തിൻ്റെ വേഗവും ആണ്. E എന്നത് ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ അളവുമാണ്. 1 കിലോഗ്രാം ദ്രവ്യം ഊർജ്ജമായി പരിവർത്തനം ചെയ്താൽ ലഭിക്കുന്ന ഊർജ്ജം എത്രയാണ്? 9 × 10⁻16 ജൂൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് മുഴുവൻ വൈദ്യുതിയാക്കി മാറ്റാൻ കഴിഞ്ഞാൽ 2500 കോടി യൂണിറ്റ് അല്ലെങ്കിൽ കിലോവാട്ട് അവർ ലഭിക്കും. ദ്രവ്യത്തെ ഊർജ്ജമാക്കി പരിവർത്തനം ചെയ്യുന്നതിനുള്ള ഈ സമവാക്യം ഐൻസ്റ്റീനെ വിശ്വവിഖ്യാതമാക്കുന്നതിന് ഇടയാക്കി. ഓക്കെ, അടുത്തത് ആണവ മലിനീകരണം. വായു, ജലം, പരിസരം എന്നിവിടങ്ങളിൽ ആണവ പദാർത്ഥങ്ങൾ, വികിരണങ്ങൾ എന്നിവയുടെ സാന്നിധ്യം മൂലമുണ്ടാകുന്ന മലിനീകരണമാണ് എന്ത്? ആണവ മലിനീകരണം എന്ന് പറയുന്നത്. മലിന വസ്തുക്കളുടെ ആണവ വിഘടനം അപകടകരമായ മലിനീകരണത്തിന് കാരണമാകുന്നു. ആണവ വിഘടനത്തിന്റെ ഫലമായി ദോഷകരമായ ആൽഫ കണങ്ങൾ, ബീറ്റ കണങ്ങൾ, ഗാമ വികിരണങ്ങൾ എന്നിവ പ്രസരിക്കുന്നു. മലിനീകരണ വസ്തുവിൻ്റെ സാന്ദ്രത, പുറപ്പെടുന്ന വികിരണത്തിൻ്റെ തരം, ശരീരത്തിലെ അവയവങ്ങളിലേക്കുള്ള മലിനീകരണത്തിൻ്റെ സാമീപ്യം. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫിഷൻ എന്താണ് എന്നുള്ളത് പറഞ്ഞു. അടുത്തത് ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് മാസ് കൂടിയ ന്യൂക്ലിയസാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് എന്ത്? ന്യൂക്ലിയർ ഫ്യൂഷനാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേരുവാണ് അല്ലേ. അപ്പോൾ അറ്റോമിക ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ യോജിപ്പിച്ച് എന്ത് ചെയ്യുന്നു? മാസ് കൂടിയ ന്യൂക്ലിയസാക്കി മാറ്റുന്ന പ്രവർത്തനമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതിൽ വളരെ ഉയർന്ന മർദ്ദവും താപനിലയും എന്താണ്? ആവശ്യമാണ്. വളരെ ഉയർന്ന മർദ്ദവും താപനിലയും ആവശ്യമാണ്. ഈ പ്രവർത്തനത്തിൽ നഷ്ടപ്പെടുന്ന ദ്രവ്യം എന്തായിട്ട് മാറും? ഊർജ്ജമായിട്ട് മാറും. ഓക്കെ, സൂര്യനിലും നക്ഷത്രങ്ങളിലും ഇത്തരത്തിലാണ് ഊർജ്ജോൽപാദനം നടക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. ഈ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈഡ്രജൻ ബോംബ് നിർമ്മിച്ചിരിക്കുന്നത്. നിയന്ത്രിത രീതിയിൽ ഫ്യൂഷൻ നടത്തി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഊർജ്ജം നിർമ്മിക്കാൻ ശാസ്ത്രലോകത്തിന് സാധിച്ചിട്ടില്ല. അപ്പോൾ ഹൈഡ്രജൻ ബോംബിൻ്റെ നിർമ്മാണം എന്തിന് ഉദാഹരണമാണ്? ന്യൂക്ലിയർ ഫ്യൂഷന് ഉദാഹരണമാണ്. ഓക്കെ, അടുത്തത് ഫിഷൻ പ്രവർത്തനത്തെ നിയന്ത്രിച്ച് വൈദ്യുതോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന പവർ സ്റ്റേഷനുകളുണ്ട്. ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്നാണ് ഇവ അറിയപ്പെട്ടിരുന്നത്. ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് ന്യൂക്ലിയസ് റിയാക്ടർ. ഓക്കെ, ന്യൂക്ലിയർ ഊർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സംവിധാനമാണ് എന്ത്? ന്യൂക്ലിയർ റിയാക്ടർ എന്ന് പറയുന്നത്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയമാണ്. ഓക്കെ, സമ്പുഷ്ട യുറേനിയമാണ് എവിടെ യൂസ് ചെയ്യുന്നത്? ന്യൂക്ലിയർ റിയാക്ടറിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സമ്പുഷ്ട യുറേനിയമാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ കാർബൈഡ് ഇന്ധനം ഉപയോഗിക്കുവാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വായത്തമാക്കിയിട്ടുണ്ട്. ഓക്കെ, ന്യൂക്ലിയർ റിയാക്ടറുകളിൽ കാർബൈഡ് ഇന്ധനം ഉപയോഗിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്ത്യ സ്വായത്തമാക്കിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കൽപ്പാക്കത്തെ വൈദ്യുത നിലയം ഇത്തരം റിയാക്ടറുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ന്യൂക്ലിയർ പ്രവർത്തന ഫലമായിട്ട് മാരകമായ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങളും ഉൽപ്പന്നങ്ങളായിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലായി. അടുത്തത് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്താണെന്ന് നോക്കാം. ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് ജലം ഉന്നതമർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. ഓക്കെ, ന്യൂക്ലിയർ ഊർജ്ജം ഉപയോഗിച്ച് ജലം ഉന്നതമർദ്ദത്തിലും താപനിലയിലുമുള്ള നീരാവിയാക്കുന്നു. നീരാവിയുടെ ശക്തി ഉപയോഗിച്ച് ടർബൈൻ കറക്കി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. താരാപൂർ, കൽപ്പാക്കം, കോട്ട, കോടംകുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം പവർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിരിക്കുന്നു.
ഊർജ്ജമാറ്റം എന്താണ്? ന്യൂക്ലിയർ പവർ സ്റ്റേഷനിൽ നടക്കുന്നത് ന്യൂക്ലിയർ ഊർജ്ജം വൈദ്യുതോർജ്ജമായിട്ട് മാറുകയാണ്. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്? ന്യൂക്ലിയർ ഊർജ്ജം താപോർജ്ജമാകുന്നു, താപോർജ്ജം യാന്ത്രികോർജ്ജമാകുന്നു, യാന്ത്രികോർജ്ജമാണ് വൈദ്യുതോർജ്ജമായിട്ട് മാറുന്നത്. ഓക്കെ, ഇപ്പം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കുക, പ്രകൃതി മന്യം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മനുഷ്യനിർമ്മിതം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് പ്രകൃതിതന്യം എന്ന് പറയുന്നത്? എന്താണ്? ബഹിരാകാശത്ത് നിന്നുള്ള കോസ്മിക് രശ്മികൾ, ഭൂമിയിലെ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളിൽ നിന്നുള്ള വികിരണങ്ങൾ. ഇനി മനുഷ്യജീവിതം എന്ന് പറയുമ്പോൾ ചികിത്സാ രംഗത്തെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പുകളുടെ ഉപയോഗം, ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ഇതെല്ലാമാണ് മനുഷ്യനിർമ്മിതത്തിന് ഉദാഹരണം. ഇനി ആണവ ദുരന്തങ്ങൾ നേരിടുവാനുള്ള മുൻകരുതലുകൾ എന്നാണ് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ആണവ ദുരന്തങ്ങൾ നേരിടുവാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെയാണ്? സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുക, അല്ലെങ്കിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഇഷ്ടിക ഉപയോഗിച്ച് നിർമ്മിച്ചവ, അധികാരികളുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക, ആണവ വികസന ജാഗ്രതാ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ച് പെരുമാറുക. ഓക്കെ, ആണവ വികിരണ ജാഗ്രതാ ചിഹ്നങ്ങൾ ശ്രദ്ധിച്ച് പെരുമാറുക, ആണവ ദുരന്ത സാധ്യതയുള്ള മേഖലകളിലെ ജനസാന്ദ്രത എന്ത് ചെയ്യുക? കുറയ്ക്കുക, ആവശ്യമെങ്കിൽ പൊട്ടാസ്യം അയോഡൈഡ് ഗുളികകൾ അല്ലെങ്കിൽ അയോഡിൻ ധാരാളം അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആണവ ദുരന്തങ്ങൾ നേരിടുവാനുള്ള മുൻകരുതലുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ്. റീന്യൂവബിൾ റിസോഴ്സസ് ഓഫ് എനർജി ആണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ഊർജ്ജ രൂപങ്ങൾ പഠിച്ചു അല്ലേ. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്രോതസ്സുകളാണ് എന്ത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. ഉദാഹരണം എന്താണ്? പ്രകൃതിദത്ത സ്രോതസ്സുകളായിട്ടുള്ള സൂര്യപ്രകാശം, കാറ്റ്, മഴ, വേലിയേറ്റം, ജിയോ തെർമൽ തുടങ്ങിയവയിൽ നിന്ന് ലഭിക്കുന്ന ഊർജ്ജം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയാൻ പറ്റും. അതിനാൽ ഇവ പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇവ പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. ഓക്കെ, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാക്കുന്നില്ല. പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം തുടങ്ങിയവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇവ പരിസ്ഥിതിക്ക് എന്താണ്? ഹാനികരവുമാണ്. ഓക്കെ, പെട്രോളിയം, കൽക്കരി, പ്രകൃതിവാതകം, ന്യൂക്ലിയർ ഊർജ്ജം എന്നിവ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതാണ്, പക്ഷേ എന്താണ്? പരിസ്ഥിതിക്ക് ഹാനികരവുമാണ്. അപ്പോൾ ഇതാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. അടുത്തത് ഹരിത ഊർജ്ജത്തിനെ കുറിച്ചാണ്. ഹരിതോർജ്ജം, ഗ്രീൻ എനർജി. പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം എന്ന് പറയുന്നത്. ഗ്രീൻ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിക്ക് ഇണങ്ങുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് എന്ത് ചെയ്യുക? പരിസര മലിനീകരണം ഉണ്ടാകാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജ്ജം എന്ന് പറയുന്നത്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാതരം ഊർജ്ജങ്ങളും ഇതിൽ പെടുന്നവയാണ്. പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയവ ഹരിതോർജ്ജമായി പരിഗണിക്കപ്പെടുന്നു. ഇതിനെ ക്ലീൻ എനർജി എന്നും പറയുന്നു. ക്ലീൻ എനർജി അഥവാ ഗ്രീൻ എനർജി എന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ്? നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജ്ജം, തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം, ബയോമാസിൽ നിന്നുള്ള ഊർജ്ജം തുടങ്ങിയവയാണ് ഹരിതോർജ്ജമായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ക്ലീൻ എനർജി എന്നും അറിയപ്പെടുന്നുണ്ട്. എന്നാൽ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ എന്തെന്ന് പറയുന്നു? പെട്രോളിയം, കൽക്കരി തുടങ്ങിയവ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജവും ന്യൂക്ലിയർ ഊർജ്ജവും ബ്രൗൺ എനർജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് ആഗോളതാപനം ഉൾപ്പെടെയുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവയാണ്. ഓക്കെ, അപ്പോൾ ബ്രൗൺ എനർജി എന്താണെന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തത് നോക്കുക, ഊർജ്ജ പ്രതിസന്ധി. ഇതിവിടെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. ഊർജ്ജനഷ്ടം ജലനഷ്ടം വഴിയും. സെക്കൻഡിൽ 1 മില്ലി ലിറ്റർ ജലം ഒരു ടാപ്പിൽ നിന്ന് പാഴായാൽ മിനിറ്റിൽ 60 മില്ലി ലിറ്റർ, മണിക്കൂറിൽ 3600 മില്ലി ലിറ്റർ അല്ലെങ്കിൽ 3.6 ലിറ്റർ, ഒരു ദിവസം 86.4 ലിറ്റർ എങ്കിൽ ഒരു മാസത്തെ ജലനഷ്ടം എത്രമാത്രം? ഈ നിലയ്ക്ക് നഷ്ടപ്പെടാവുന്ന ഊർജ്ജം എത്രയായിരിക്കും? ഇത്രയും കാലം ടാങ്കിൽ എത്തിക്കാനെടുത്ത ഊർജ്ജവും പാഴായി പോയില്ലേ? ഓക്കെ, അപ്പോൾ ഊർജ്ജനഷ്ടവും ജലനഷ്ടം വഴിയും എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൊടുത്തിരിക്കുകയാണ്, അതൊന്ന് നോക്കുക. അടുത്തത് LDR, ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റെസിസ്റ്റർ. എന്താണ്? പ്രകാശ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR എന്ന് പറയുന്നത്. പ്രകാശ തീവ്രതയെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു വേരിയബിൾ റെസിസ്റ്ററാണ് LDR എന്ന് പറയുന്നത്. പ്രകാശ തീവ്രതയ്ക്ക് അനുസരിച്ച് ഇതിൻ്റെ പ്രതിരോധം എന്താണ്? വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഇരുട്ടിലായിരിക്കുമ്പോൾ ഇതിൻ്റെ പ്രതിരോധം വളരെ കൂടുതലും, LDRൻ്റെ പ്രതിരോധം ഇരുട്ടിലായിരിക്കുമ്പോൾ വളരെ കൂടുതലും, പ്രകാശത്തിലായിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? വളരെ കുറവുമായിരിക്കും. ഈ കഴിവിനെ അടിസ്ഥാനമാക്കി തെരുവ് വിളക്കുകൾ പ്രകാശം കുറയുന്ന സമയത്ത് മാത്രം പ്രവർത്തിപ്പിച്ച്
വളരെയധികം ഊർജ്ജം ലഭിക്കുവാനും LDRനെ ഒരു റിലേ സർക്യൂട്ടിൽ ഉൾപ്പെടുത്തിയാണ് ഇത് സാധിക്കുന്നത്. പകൽ സമയത്ത് തീവ്രതയുള്ള പ്രകാശം ലഭിക്കുന്നതിനാൽ LDRന്റെ പ്രതിരോധം കുറയ്ക്കുകയും അത് ഉൾപ്പെടുന്ന സർക്യൂട്ടിലൂടെ വൈദ്യുതി ഒഴുകി മെയിൻ സർക്യൂട്ടിലെ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇരുട്ടിലാവുമ്പോൾ LDRന്റെ പ്രതിരോധം വർദ്ധിക്കുന്നതിനാൽ അതിൽ കൂടിയുള്ള വൈദ്യുത പ്രവാഹം നിലയ്ക്കുകയും മെയിൻ സർക്യൂട്ടിലെ സ്വിച്ച് ഓൺ ആയിട്ട് ആ സർക്യൂട്ടിലെ ബൾബുകൾ പ്രകാശിക്കുകയും ചെയ്യുന്നു. ജസ്റ്റ് ഒന്ന് വായിച്ചേക്കാം കേട്ടോ LDR എന്ന് പറയുന്നത് എന്താണെന്നുള്ളത്. ഇനി അടുത്തത് ഇവിടെ നോക്കുക. ഊർജ്ജ പ്രതിസന്ധി പരമാവധി ലഘൂകരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഊർജ്ജം യുക്തിസഹമായിട്ട് ഉപയോഗിക്കുക, സൗരോർജ്ജം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഊർജ്ജം യുക്തിസഹമായിട്ട് ഉപയോഗിക്കുക, സൗരോർജ്ജം പരമാവധി പ്രയോജനപ്പെടുത്തുക, പാഴായി പോകുന്ന ജലത്തിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുക, പൊതുയാത്രാ സൗകര്യങ്ങൾ കഴിയുന്നത്ര ഉപയോഗിക്കുക, വീടുകളും സ്ഥാപനങ്ങളും മോടി പിടിപ്പിക്കുന്നതും പുതുതായി നിർമ്മിക്കുന്നതും ഊർജ്ജ സംരക്ഷണ കാഴ്ചപ്പാടോടെ ആവണം. തെരുവ് വിളക്കുകൾ LDR എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലേ, അത് ഉപയോഗിച്ച് നിയന്ത്രിക്കുക. യന്ത്രങ്ങൾക്ക് യഥാസമയം അറ്റകുറ്റപ്പണികൾ ചെയ്യുക. പുതിയ വീടുകൾ നിർമ്മിക്കുമ്പോൾ വലുപ്പം പരിമിതപ്പെടുത്തുക. ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ ക്ഷമത കൂടിയതാണെന്ന് ഉറപ്പുവരുത്തുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഊർജ്ജ പരിപാലനം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രവൃത്തി, ഊർജ്ജം, പവറും ഊർജ്ജത്തിൻ്റെ പരിപാലനവും ഈ 2 ചാപ്റ്ററും കൂടി ചേർത്തിട്ട് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്